ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. സോ KT എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായി അല്ലേ? സോ അതിൽ നമ്മൾ ഈ സെഷനിൽ വന്നിരിക്കുന്നത് ECT 205 നെറ്റ്വർക്ക് തിയറി എന്ന സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനാണ്. ഓക്കെ, മൊഡ്യൂൾ വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഷുവർ ക്വസ്റ്റ്യൻ ഏതൊക്കെ ടോപ്പിക്സ് വരും എന്നൊക്കെ നോക്കാനാണ്. ഓക്കെ, സോ വിൽ സി. ജസ്റ്റ് എക്സാമിനേഷൻ പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 100 മാർക്കിനാണ്, 3 മണിക്കൂറിന് 5 മോഡ്യൂൾ ഉണ്ട്. അപ്പോൾ ഓരോ മോഡ്യൂളിൽ നിന്നും ദർ വിൽ ബി 2 questions of 3 marks each. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ 10 questions 3 മാർക്സിൻ്റെ ഉണ്ടാവും. അതിൽ 2 question ഫ്രം ഈച്ച് മോഡ്യൂൾ. പിന്നെ പാർട്ട് ബിയിൽ എന്ന് പറഞ്ഞത് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിന് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ആ ഓപ്ഷൻസിൽ തന്നെ ഇപ്പോൾ ഓരോ മോഡ്യൂളിൽ നിന്നും 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു സെറ്റാണ് കമ്പൽസറി ആയിട്ട് എഴുതുന്നത്. ആ ഓരോ സെറ്റിലും നിങ്ങൾക്ക് സബ് ഡിവിഷൻസ് ഉണ്ടാവാം. ഓക്കെ, മാക്സിമം 14 മാർക്സ് ആണ് ഒരു ക്വസ്റ്റ്യൻ്റെ. അങ്ങനത്തെ 2 ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ആ ചോയ്സ് ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് 2 പാർട്ട് ഉണ്ടാവാം. ഓക്കെ, സോ ഗോയിങ് ടു ദ മൊഡ്യൂൾ 1 സിലബസ്. മൊഡ്യൂൾ 1 എന്താ നമുക്കറിയാം, ഇറ്റ് ഇസ് അബൌട്ട് മെഷ് അനാലിസിസ് ആൻഡ് നോഡ് അനാലിസിസ്. അപ്പോൾ മെഷ് അനാലിസിസ് ആൻഡ് നോഡ് അനാലിസിസ് ചെയ്യുന്നതിന് മുന്നേ യു ഷുഡ് ബി തറോ വിത്ത് Kirchhoff's laws, Kirchhoff current law and Kirchhoff voltage law. Okay, so അതിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ വരാം. എക്സ്പ്ലെയിൻ Kirchhoff voltage law with an example എന്നൊക്കെ പറഞ്ഞിട്ട് 3 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ KCL ഉം KVL അറിയാതെ നിങ്ങൾക്ക് ഈ മോഡ്യൂളിലൊന്നും ചെയ്യാൻ പറ്റില്ല. KCL KVL ആണ് ഈ മോഡ്യൂളിന്റെ ബേസ്. അത് കഴിഞ്ഞ് മെഷ് അനാലിസിസിൽ നമ്മൾ KVL ആണ് യൂസ് ചെയ്യുക. നോഡൽ അനാലിസിസിൽ നമ്മൾ KCL ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ KCL ആൻഡ് KVL അറിഞ്ഞു കഴിഞ്ഞാൽ മെഷ് നോഡ് അനാലിസിസിന്റെ മെത്തേഡ് അറിയണം. അതിൽ തന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് സൂപ്പർ മെഷ് എന്താണ്, സൂപ്പർ നോഡ് എന്താണ്. എന്തായാലും സൂപ്പർ മെഷിലും അല്ലെങ്കിൽ സൂപ്പർ നോഡിലും ഇതൊരു ചോയ്സ് ആയിട്ട് വരാനാണ് സാധ്യത. ഒരു ക്വസ്റ്റ്യനിൽ സൂപ്പർ മെഷ് ചോദിക്കുകയാണെങ്കിൽ മറ്റേ ക്വസ്റ്റ്യനിൽ സൂപ്പർ നോഡിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിച്ചിരിക്കും. സോ സൂപ്പർ മെഷും സൂപ്പർ നോഡും ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേഷൻ ഇറ്റ് വിൽ ബി മച്ച് സിംപ്ലർ. ഓക്കെ, അപ്പോൾ സൂപ്പർ നോഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരു വോൾട്ടേജ് സോഴ്സ്, സാധാരണ നമുക്ക് ഒരു നോർമൽ നോഡും ഒരു റെഫറൻസ് നോഡിന്റെ ഇടയിലാണ് വോൾട്ടേജ് സോഴ്സ് വരിക. റെഫറൻസ് നോഡിന്റെ ഇടയിൽ അല്ലാതെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ട്. ഓക്കെ, ഇതിന്റെ റെഫറൻസ് നോഡ് എന്ന് പറയുന്നത് ഈ താഴെയുള്ള എല്ലാ നോഡ്സിനെയും നമ്മൾ റെഫറൻസ് ആയി എടുക്കണം. ഇത് ഒരു സൂപ്പർ നോഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വോൾട്ടേജ് സോഴ്സ് ഇസ് ബിറ്റ്വീൻ എ നോഡ്, നോർമൽ നോഡ് ആൻഡ് റെഫറൻസ് നോഡ്. പക്ഷെ ഈ വോൾട്ടേജ് സോഴ്സ് എന്താണ്, ഒരു സൂപ്പർ നോഡ് ആണ്. കാരണം വെച്ചാൽ ഈ വോൾട്ടേജ് സോഴ്സ് ഇരിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് ബിറ്റ്വീൻ റെഫറൻസ് നോഡ്. 2 ഡിഫറെന്റ് നോഡ്, A and B എന്ന് പറയുന്ന റെഫറൻസ് നോഡ് അല്ല, C ആണ് റെഫറൻസ് നോഡ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു C എല്ലാ വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിരിക്കും. അപ്പൊ ഇതൊരു സൂപ്പർ നോഡാണ്. അപ്പൊ ഈ ഒരു പാർട്ടിൽ നിങ്ങൾ നോഡൽ അനാലിസിസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെ 2നെയും ഒന്നായിട്ട് കൺസിഡർ ചെയ്യുക, KCL അപ്ലൈ ചെയ്യുക. ഇതേമാതിരി തന്നെയാണ് മെഷ് അനാലിസിസ് സൂപ്പർ മെഷിലും വരുന്നത്. അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു നോഡ് എലിമിനേറ്റ് ആയി കിട്ടി. സൂപ്പർ മെഷിൽ നിങ്ങൾക്ക് ഒരു ലൂപ്പ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് സൂപ്പർ മെഷ് എന്ന് പറയുന്നത് ഒരു കറന്റ് സോഴ്സ് when it becomes common to both 2 ലൂപ്സ്, 2 ലൂപ്സിന് കോമൺ ആയിട്ട് ഒരു കറന്റ് സോഴ്സ് വരുമ്പോൾ നമുക്ക് സൂപ്പർ മെഷ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സൂപ്പർ മെഷും സൂപ്പർ നോഡും ഉണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് നമുക്ക് കുറച്ച് കിട്ടും. ഓക്കെ, സോ മെയിൻ ആയിട്ട് അറിയേണ്ടത് KCL KVL, അതിൽ മെഷ് അനാലിസിസ്, നോഡ് അനാലിസിസ്, സൂപ്പർ മെഷും സൂപ്പർ നോഡും വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അതേമാതിരി തന്നെ AC അനാലിസിസ് യൂസിങ് മെഷ് ആൻഡ് നോഡ് അനാലിസിസ്. AC വോൾട്ടേജ് ഇൻപുട്ടായി കൊടുക്കുന്ന സ്റ്റഡി, നിങ്ങൾക്ക് DC വോൾട്ടേജിന്റെയും AC വോൾട്ടേജിന്റെയും ക്വസ്റ്റ്യൻസ് വരും. അതിൽ AC വോൾട്ടേജ് വരുമ്പോൾ ഇൻഡക്ടർ കപ്പാസിറ്റർ, അപ്പോൾ JL JC 1/JC അങ്ങനത്തെ കേസസ് വരുന്ന ക്വസ്റ്റ്യൻസും ഷുവർ ആയിട്ട് വരും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സൂപ്പർ മെഷ്, ഒരു ക്വസ്റ്റ്യൻ സൂപ്പർ നോഡ്, ഒരു ക്വസ്റ്റ്യൻ എന്താ പറയുക AC അനാലിസിസ്. ഓക്കെ, സോ ഗോയിങ് ടു മൊഡ്യൂൾ 2 ടോപ്പിക്സ്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് തിയറംസ്. ഓക്കെ, ബേസിക് തിയറംസ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഇൻക്ലൂഡിങ് അതിന്റെ സ്റ്റെപ്സ് ചോദിക്കും. അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ 3 മാർക്സിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ തെവെനിൻസ് തിയറം ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോർട്ടൺസ് തിയറം, അപ്പോൾ തെവെനിനും നോർട്ടണും തമ്മിലായിരിക്കും ചോയ്സ് വരിക നോർമലി. ഓക്കെ, ദെൻ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. സോ തെവെനിൻ, നോർട്ടൺ, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തെവെനിൻസ് അറിഞ്ഞാൽ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ RTH
VTH കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫറിലേക്ക് പോവുക. പിന്നെ സൂപ്പർ പൊസിഷൻ തിയറം, റെസിപ്രോസിറ്റി തിയറം. ഓക്കെ, സോ ഈ 5 തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അത് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ബേസിക്കലി നമ്മൾ KCL KVL വെച്ചിട്ട് തന്നെയാണ് എല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ തിയറം എങ്ങനെയാണ് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സൂപ്പർ പൊസിഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കുക 2 or more സോഴ്സസ് വരുന്ന സർക്യൂട്ട് ആണെങ്കിൽ ഗോ ഫോർ സൂപ്പർ പൊസിഷൻ. ഓക്കെ, ചിലപ്പോൾ ഇന്ന എക്സാമ്പിളിൽ അവർ പറയും യു ആർ സപ്പോസ് ടു ഡു ദിസ് ക്വസ്റ്റ്യൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൂപ്പർ പൊസിഷൻ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് തന്നെ ചെയ്യണം. പിന്നെ റെസിപ്രോസിറ്റി തിയറം വെരിഫൈ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, സോ തെവനൻസ് ആൻഡ് നോർട്ടൺസ് ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാനേ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് എന്തായാലും അറിഞ്ഞിരിക്കണം. Then maximum power transfer എന്ന് പറഞ്ഞാൽ എന്താ? Maximum power is transferred from source to load when the load resistance is equal to the internal impedance of the network. Okay, so ഇത് both in AC and DC circuits രണ്ടിലും ചോദിച്ചിട്ടുണ്ട് for both dependent and independent sources. Okay, അതേമാതിരി dependent and independent sources എന്താണെന്നും ചോദിച്ചു കണ്ടിട്ടുണ്ട് മോഡ്യൂൾ 1 എക്സാമ്പിൾസ് ഓഫ് ഡിപെൻഡന്റ് സോഴ്സസ്, വോൾട്ടേജ് കൺട്രോൾ വോൾട്ടേജ് സോഴ്സ്, കറന്റ് കൺട്രോൾ കറന്റ് സോഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ മോഡ്യൂൾ 3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. നമ്മൾ ഇത്രയും നേരം നോഡൽ അനാലിസിസ്, മെഷ് അനാലിസിസ് വെച്ചിട്ട് ടൈം ഡൊമൈനിൽ ചെയ്തിരുന്നത് ലാപ്ലേസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ യു ഷുഡ് നോ ദ ബേസിക് ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ ബേസിക് സിഗ്നൽസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ ഇനീഷ്യൽ വാല്യൂ തിയറം, ഫൈനൽ വാല്യൂ തിയറം, ഇത് 3 മാർക്സിന് അപ്ലൈ ചെയ്ത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ദെൻ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബേസിക് സിഗ്നൽസ് ആൻഡ് സർക്യൂട്ട്സ് ഇൻ ടു എസ് ഡൊമൈൻ. അതായത് നിങ്ങൾക്ക് നെറ്റ്വർക്ക് തന്നിട്ടുണ്ടാവും, അതിനകത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് സിംപ്ലി ആർ. ഇൻഡക്ടൻസോ സീരീസിലാണെങ്കിൽ SL ആണ്. പാരലൽ കണക്ഷനിലേക്ക് ഇൻഡക്ടർ മാറ്റുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 1/SL. സിമിലർലി കപ്പാസിറ്ററിന് സീരീസ് കണക്ഷനിൽ 1/CS ആണ്. പാരലൽ കണക്ഷനിലാണ് കപ്പാസിറ്ററിന്റെ ഇക്വാലന്റ് ചോദിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഇസ് CS. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ദെൻ ഇനീഷ്യൽ കണ്ടീഷൻസ് ഉള്ള സർക്യൂട്ട്സ് നോക്കുക. അതായത് ഇനീഷ്യൽ കണ്ടീഷൻസ് ചിലപ്പോൾ ചോദിക്കും. ചില ക്വസ്റ്റനിൽ അവർ പറയും ഇനീഷ്യൽ കണ്ടീഷൻസ് ആർ അസ്യൂം ടു ബി 0. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻ കണ്ടുപിടിക്കേണ്ടി വരും. ഇനീഷ്യൽ കണ്ടീഷൻ എങ്ങനെ നോർമലി കണ്ടുപിടിക്കുക? ഫോർ സ്റ്റഡി സ്റ്റേറ്റിൽ 2 കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. സ്റ്റഡി സ്റ്റേറ്റിൽ ഇൻഡക്ടർ വിൽ ബി ഓൾവേസ് എ ഷോർട്ട് സർക്യൂട്ട് ആൻഡ് കപ്പാസിറ്റർ വിൽ ബി എ ഓപ്പൺ സർക്യൂട്ട്. ഈ കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനീഷ്യൽ കണ്ടീഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ പിന്നെ ഈ മൊഡ്യൂളിൽ വരുന്നത് പറയുന്നത് ട്രാൻസിയന്റ് അനാലിസിസ്. നിങ്ങൾക്ക് ആകെ 3 നെറ്റ്വർക്ക്സിന്റെ RL, RC ആൻഡ് RLC സീരീസ് നെറ്റ്വർക്കിന്റെ ആണ് കാണാനുള്ളത്. അതിൽ തന്നെ ഇമ്പൾസ്, സ്റ്റെപ്പ് ആൻഡ് സൈനസോയിഡൽ ഇൻപുട്സ്. ആ സർക്യൂട്ടിൽ 3 ഇൻപുട്ടിന്റെ പഠിക്കാനുള്ളൂ, ഇമ്പൾസും സ്റ്റെപ്പും സൈനസോയിഡലും. മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ പറയാ പാരാബോളിക് ഇൻപുട്ട് അല്ലെങ്കിൽ റാമ്പ് ഇൻപുട്ട് ഒക്കെ വെച്ച് ചോദിച്ചിട്ടുണ്ട്. അത് ഔട്ട് ഓഫ് സിലബസ് ആണ്, പക്ഷെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഇൻപുട്ട് മാറി കണ്ടു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വിടരുത്. അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പറെങ്കിലും എഴുതിയിടണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയാലും നിങ്ങൾക്ക് ആ മാർക്സ് കിട്ടുള്ളൂ. ദെൻ വിത്ത് ആൻഡ് വിത്തൗട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ഇനീഷ്യൽ കണ്ടീഷന്റെ കേസ്. ദെൻ അനാലിസിസ് ഓഫ് നെറ്റ്വർക്ക്സ് വിത്ത് ട്രാൻസ്ഫോർമേഷൻ, ഇംപിഡൻസ് ആൻഡ് ഡിപെൻഡന്റ് സോഴ്സസ്. അതായത് നേരത്തെ പറഞ്ഞില്ലേ ഇൻഡക്ടർ കപ്പാസിറ്ററിനെയൊക്കെ എസ് ഡൊമൈനിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് എസ് ഡൊമൈനിൽ നമ്മൾ ഇക്വേഷൻസ് KVLും KCLും ഒക്കെ എഴുതിയിട്ട് കണ്ടുപിടിച്ചിട്ട് പിന്നെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത് കണ്ടുപിടിക്കുക. അപ്പോൾ അതാണ് അനാലിസിസ് യൂസിങ് ട്രാൻസ്ഫോംഡ് ഇംപിഡൻസ് ആൻഡ് dependent sources. Okay, so going to the module 4 topics, network functions for the single port and 2-port network. Okay, 2-port networks നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് മോഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പോയിന്റ് ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് എന്താണെന്ന് അറിയാം. അപ്പോൾ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ്, ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ്. ഓക്കെ, രണ്ടിനെയും കൂടി ഒന്നിച്ച് നമ്മൾ പറയുന്ന പേരാണ് ഡ്രൈവിംഗ് പോയിന്റ് ഇമിറ്റൻസ്. ഓക്കെ, അപ്പൊ ഇംപിഡൻസോ അഡ്മിറ്റൻസോ ഇമിറ്റൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നിങ്ങൾക്ക് അതിന്റെ ഡെഫിനേഷൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുമാതിരി ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഇത് മെയിനായിട്ട് നമ്മൾ മോഡ്യൂൾ 3 എന്താ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാൻ പഠിച്ചു കഴിഞ്ഞു സർക്യൂട്ട്സിന്റെ. അപ്പൊ ഈ മോഡ്യൂൾ 4 ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ്, അഡ്മിറ്റൻസ് ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് provided the initial conditions are set to 0. Okay, so ഈ 2 പോയിന്റ് അതേമാതിരി തന്നെ ഈ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസോ അഡ്മിറ്റൻസോ ഒരു പെർട്ടിക്കുലർ സർക്യൂട്ടിന്റെ കണ്ടുപിടിക്കാനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് പോൾസ് ആൻഡ് സീറോസ്. ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ തന്നു കഴിഞ്ഞാൽ അതിന്റെ
പോൾസും സീറോസും ഐഡന്റിഫൈ ചെയ്ത് പ്ലോട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ ടൈം ഡൊമെയിൻ റെസ്പോൺസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറയും. സാധാരണ നമ്മൾ ടൈം ഡൊമെയിൻ റെസ്പോൺസ് കണ്ടുപിടിക്കാൻ എങ്ങനെയാ, നോർമലി എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇക്വേഷൻ ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് ഒരു ഫ്രാക്ഷണൽ P/Q ഫോമിൽ നമുക്ക് കിട്ടൂല എസ് ഡൊമൈൻ. ദെൻ വിൽ ഗോ ഫോർ പാർഷ്യൽ ഫ്രാക്ഷൻ എ ബൈ സംതിങ് പ്ലസ് ബി ബൈ സംതിങ് അങ്ങനെ കൊടുക്കും ഓരോ കണ്ടീഷൻ അനുസരിച്ച്. പക്ഷേ ഈ കേസിൽ അങ്ങനെ റെസിഡ്യൂ തിയറം വെച്ചിട്ടാണ് നമ്മൾ അത് കണ്ടുപിടിക്കാറ്, എയും ബി ഒക്കെ. റെസിഡ്യൂ തിയറം വെച്ചിട്ടല്ല, പോൾ സീറോ പ്ലോട്ടിൽ നിന്ന് തന്നെ ടൈം ഡൊമൈൻ റെസ്പോൺസ് കണ്ടുപിടിക്കുക. അത് ആക്ച്വലി സിമ്പിൾ ആണ്. ഏത് പോളിനെയാണോ കൺസിഡർ ചെയ്യണേ അതിനോടുള്ള ബാക്കിയുള്ള പോൾസിന്റെ ലെങ്ത് മൾട്ടിപ്ലൈ ചെയ്യുക, സീറോസിന്റെയും ലെങ്ത് മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ റേഷ്യോ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ലാപ്ലേസ് ഇൻവേഴ്സ് വെച്ചിട്ടല്ല, ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ഡിസ്റ്റൻസസ് ഓഫ് പോൾസ് ആൻഡ് സീറോസ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ, അതിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. ദെൻ ഗോയിങ് ടു ഇമ്പൾസ് ഫംഗ്ഷൻ ആൻഡ് റെസ്പോൺസ്. അപ്പോൾ ഇമ്പൾസ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള കറസ്പോണ്ടിങ് റെസ്പോൺസ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. പിന്നെ നെറ്റ്വർക്ക് ഫംഗ്ഷൻസ് ഇൻ ദ സൈനസോയിഡൽ സ്റ്റഡി സ്റ്റേറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്. അതായത് ബോഡി പ്ലോട്ട് ഒരു നെറ്റ്വർക്ക് തന്നിട്ട് അതിന്റെ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ പറയും. ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യു ആർ സപ്പോസ് ടു ഡ്രോ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് പ്ലോട്ട്. ഓക്കെ, അത് ഒരു ഷുവർ ക്വസ്റ്റൻ ആണ്. ഒരു സബ് പാർട്ട് ലോങ് മാർക്ക് ക്വസ്റ്റന്റെ ഒരു സബ് പാർട്ടായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സിമ്പിൾ നെറ്റ്വർക്ക് ആയിരിക്കും തരിക, പക്ഷെ ഈ പ്ലോട്ട് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. ദെൻ ഗോയിങ് ടു മോഡ്യൂൾ 5. മോഡ്യൂൾ 5 നേരത്തെ പറഞ്ഞു ടു പോർട്ട് നെറ്റ്വർക്സിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? ഇംപിഡൻസ് പാരാമീറ്റേഴ്സ്, അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ്, ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് ആൻഡ് ABCD പാരാമീറ്റേഴ്സ്. ABCDനെ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് എന്നും പറയും. അപ്പൊ ഈ 4 സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സിന്റെ ബേസിക് ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇംപിഡൻസ് ആണെങ്കിൽ V1 is equal to Z11 I1 plus V1 is equal to Z11 I1 plus Z12 I2 and V2 is equal to Z21 I1 plus Z22 I2. ഇങ്ങനെ ഓരോ സെറ്റിന്റെയും കറസ്പോണ്ടിങ് ഇക്വേഷൻസ് അറിയണം. അഡ്മിറ്റൻസിന്റെ ആണെങ്കിൽ Y, ട്രാൻസ്മിഷന്റെ ആണെങ്കിൽ ABCD, ഹൈബ്രിഡിന്റെ ആണെങ്കിൽ H11 ടേംസിൽ. അപ്പൊ ഇതിന്റെയൊക്കെ ഇന്റർ റിലേഷൻഷിപ്പ് അറിയണം. അതായത് എങ്ങനെ ഒരു സെറ്റ് പാരാമീറ്റേഴ്സ് തന്നു കഴിഞ്ഞാൽ 3 മാർക്സിന് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് പാരാമീറ്റേഴ്സ് തരും അല്ലെങ്കിൽ Y പാരാമീറ്റേഴ്സ് തരും. ഓക്കെ, അതിന്റെ സെറ്റ് പാരാമീറ്റേഴ്സ് ആണ് തന്നതെന്ന് വെച്ചാൽ യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് Y പാരാമീറ്റേഴ്സ് ഫ്രം ദാറ്റ്. അപ്പൊ ഒന്നുമില്ല, Y പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് സെഡ് തന്നിട്ടുണ്ടെങ്കിൽ Y ഈക്വൽ ടു സെഡ് ഇൻവേഴ്സ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് അവിടെ വീഴും. ബാക്കി നോർമലി 3 മാർക്സിന് 2/2 മെട്രിക്സേ ചോദിക്കുള്ളൂ. 2/2ന്റെ ഇൻവേഴ്സ് കാണാൻ എളുപ്പമാണ്. എന്താ, ഡയഗണൽ എലമെന്റ്സിനെ ഇന്റർചേഞ്ച് ചെയ്യുക, ഓഫ് ഡയഗണൽ എലമെന്റ്സിനെ നെഗേറ്റ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് ഗിവൻ മെട്രിക്സ്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഇൻവേഴ്സ്. അപ്പൊ 3 പേർക്ക് ഷുവർ ആയിട്ട് കിട്ടാവുന്ന ഒരു ഏരിയ ആണിത്. Y ഈക്വൽ ടു സെഡ് ഇൻവേഴ്സ് ഓർ സെഡ് ഈക്വൽ ടു Y ഇൻവേഴ്സ് എന്നുള്ള ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഷോർട്ട് ആൻസർ കിട്ടും. സിമിലർ കേസിൽ തന്നെ ഇപ്പൊ നെറ്റ്വർക്ക് തന്നിട്ട് സെറ്റ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് Y പാരാമീറ്റേഴ്സ് കാണാനും പറയാം. അതൊരു 7 മാർക്സിനൊക്കെ റേഞ്ചിൽ ചോദിക്കുന്നത്. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് പാരാമീറ്റർ സെറ്റ്സ്. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 4 സെറ്റിന്റെ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെറ്റ് ഇപ്പൊ സെറ്റ് പാരാമീറ്റേഴ്സിനെ Y പാരാമീറ്റേഴ്സിന്റെ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ Y is equal to Z ഇൻവേഴ്സ് എന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ചാൽ മതി. അതേമാതിരി ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് സെറ്റ് പാരാമീറ്റേഴ്സ് ചോദിക്കാൻ വെച്ചാൽ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സിന്റെ ഇക്വേഷൻ അറിയണം, സെറ്റ് പാരാമീറ്റേഴ്സിന്റെ ഇക്വേഷൻ അറിയണം. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കുക ഇതിന്റെ ടേംസിലാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ. ദെൻ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻസ് ഓഫ് ടു പോർട്ട് നെറ്റ്വർക്ക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയി ഇവിടുന്ന് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു സെറ്റ് ഓഫ് നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു ഇതിന്റെ സെറ്റ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക വെൻ ഇറ്റ് ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആ തന്ന നെറ്റ്വർക്കിന്റെ സെറ്റ് പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാം. പിന്നെ അതേമാതിരത്തെ ഒരെണ്ണം സീരീസ് ആയി കണക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ സീരീസ് കണക്ഷനിൽ സെറ്റ് പാരാമീറ്റേഴ്സ് എന്താ, അഡീഷൻ. ഇപ്പൊ സെറ്റ് എയും സെറ്റ് ബിയും ഉണ്ടെങ്കിൽ സീരീസിൽ സെറ്റ് എ പ്ലസ് സെറ്റ് ബി ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ മെട്രിക്സിന്റെ ഓരോ എലമെന്റ്സിനെയും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് സീരീസ് കിട്ടും. അല്ലാതെ ആദ്യം തന്നെ രണ്ടും കൂടെ വരച്ച് അതിന്റെ ഇക്വലന്റ് കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട, സിംഗിൾ ഇതിന്റെ കണ്ടുപിടിച്ചിട്ട് ചെയ്യുക. സിമിലർലി Y പാരാമീറ്റേഴ്സ് ആണ് ചോദിക്കണമെങ്കിൽ YA പ്ലസ് YB ചെയ്താൽ മതി ഫോർ പാരലൽ കണക്ഷൻ. നോർമലി പാരലൽ കണക്ഷന് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ദ Y പാരാമീറ്റേഴ്സ്. സീരീസിലാണെങ്കിൽ സെറ്റ് പാരാമീറ്റേഴ്സ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് റെസിപ്രോക്കൽ ആൻഡ് സിമെട്രിക്കൽ, റെസിപ്രോസിറ്റിയുടെയും സിമെട്രിസിറ്റിയുടെയും കണ്ടീഷൻ. ഈ 4 നെറ്റ്വർക്കിൻ്റെയും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ Z11 ഈക്വൽ ടു Z22
ആണെങ്കിൽ ദ നെറ്റ്വർക്ക് ഇസ് സിമെട്രിക്കൽ. Z12 is equal to Z21 ആണെങ്കിൽ ദ നെറ്റ്വർക്ക് ഇസ് റെസിപ്രോക്കൽ. അങ്ങനെ ഓരോ സെറ്റിനും ഉണ്ട്. ഫോർ എക്സാമ്പിൾ A equal to D ആണെങ്കിൽ ദ നെറ്റ്വർക്ക് ഇസ് സിമെട്രിക്കൽ. അതേമാതിരി ഹൈബ്രിഡ് പാരാമീറ്റേഴ്സിലാണെങ്കിൽ H12 is equal to മൈനസ് ഓഫ് H21 ആണെങ്കിൽ ദ നെറ്റ്വർക്ക് ഇസ് റെസിപ്രോക്കൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്യാൻ ദ കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി ആൻഡ് സിമെട്രി ഫോർ ABCD പാരാമീറ്റേഴ്സ് ആൻഡ് സെറ്റ് പാരാമീറ്റേഴ്സ് ലോങ് ആൻസറിൽ ചോദിക്കാറുള്ളതാണ്. ഓരോ ഇതിൽ ഏതെങ്കിലും 2 സെറ്റിന്റെ ചോദിക്കും. ദെൻ ടു പോർട്ട് നെറ്റ്വർക്ക് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ആൻഡ് ഇമേജ് ഇംപിഡൻസ് ആൻഡ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഡെറിവേഷൻ നോട്ട് റിക്വയർഡ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും ടോപ്പിക്സ് നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇനി ടൈം ഇല്ലെന്ന് തോന്നുകയാണെങ്കിൽ ഫുൾ ഇരുന്ന് പഠിക്കാൻ നിൽക്കാതെ അത്യാവശ്യം അതായത് ഒരു മോഡ്യൂളിൻ്റെ ഒരു 75% എന്തായാലും കവർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യു വിൽ ഗെറ്റ് ത്രൂ ദ എക്സാം. ആൻഡ് ചെയ്യുന്നത് സിൻസിയർ ആയിട്ട് ചെയ്യുക. പഠിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് അതിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ പഠിച്ചിട്ട് പോവുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.